ഇതൊരു സ്പെഷ്യൽ പേഴ്സണൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആട്ടോ. ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ഗിഫ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടാവും, ആളിത് കണ്ടിട്ടുണ്ടാവും. അതിന് ശേഷമൊക്കെ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യാമെന്നാണ് കരുതുന്നത്. എങ്കിലും ആളെക്കുറിച്ച് എനിക്കൊന്നും പറയണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടാട്ടോ. അതായത് നമ്മൾ കളേഴ്സ് ട്രെൻഡ്സ് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനൊരു 2014 മുതൽ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. നമ്മളുടെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നതും സ്റ്റോക്ക് വരുന്നതൊക്കെ ഫേസ്ബുക്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ആ കോവിഡിൻ്റെ ടൈം വന്നപ്പോഴത്തേക്കാണല്ലോ നമ്മളെല്ലാവരും ഒരുപാട് പ്രോബ്ലത്തിലേക്ക് പോയപ്പോഴത്തേക്കും ഇതുപോലെ അപ്പോഴും ഞാൻ വീഡിയോസും ചെറുതായിട്ട് വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഫോട്ടോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫോട്ടോസ് മാത്രം ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പണ്ട് മുതലേ നമുക്ക് എൻക്വയറി വരും, ഇങ്ങനെ കമൻറ്റ് വരുമായിരുന്നു, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ, ഷോപ്പ് എവിടെയാണ്, ഞങ്ങളത് പർച്ചേസ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പം അതിൽ നമ്മൾ അന്ന് ഓൺലൈൻ സെയിലില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. കാര്യം അന്നൊന്നും അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, ഇതെങ്ങനെ നമുക്ക് വർക്കൗട്ട് ആക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് ആ ഒരു ക്രൈസിസ് വന്നപ്പോൾ ഇനി എന്തായാലും ഓൺലൈൻ സെയിൽ കൂടിയേ പറ്റുമെന്ന് വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നത്. ആ ഒരു സമയത്ത് ഫോട്ടോസ് കണ്ട് തന്നെ നമ്മൾ എവിടെയാണ്, നമ്മളുടെ ഷോപ്പ് എവിടെയാണ്, നമ്മളെ വിശ്വസിക്കാമോ, പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പ്രൊഡക്റ്റ് അയക്കുന്നത്, അപ്പോൾ നമ്മളെ വിശ്വസിക്കാമോ ഇല്ലയോ എന്നൊന്നും അറിയാതെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മളുടെ ആദ്യത്തെ കസ്റ്റമറാണ് ബിന്ദുരാധൻ. അപ്പോൾ ബിന്ദുരാധൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ചോദിച്ചു, നമ്മൾ അങ്ങനെ അയച്ചു കൊടുക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഡിസ്കഷനാണ്. കാര്യം ഷോപ്പ് അന്ന് കോവിഡിൻ്റെ ലോക്ക്ഡൗണിലേക്ക് ടൈമാണ്, തിരക്കുകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ്. അപ്പം അയക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ അയച്ചു കൊടുത്തതും ഇപ്പോൾ എൻ്റെ കയ്യിൽ വീഡിയോയുടെ ഒപ്പം അത് പബ്ലിഷ് ചെയ്യാനായിട്ട് ആ കവറൊന്നും ഇല്ല കേട്ടോ. ഞാനത് എൻ്റെ ഏതോ ഒരു ഫോൾഡറിൽ കിടപ്പുണ്ട്. അത് ഏതെങ്കിലും ഒരു ദിവസം എപ്പോഴെങ്കിലും ഞാനത് കാണിച്ചു തരാം. അങ്ങനെ ബിന്ദുരാധനാണ് ഞങ്ങളുടെ ആദ്യത്തെ പാക്കറ്റ് ഇവിടുന്ന് പോകുന്നത്. ആളോട് ഒരുപാട് തീരാത്ത നന്ദിയുണ്ട്. അന്നും ഉണ്ട് ഇന്നും ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങളെ കാണാതെ ഞങ്ങളെ വിശ്വസിച്ചിട്ട് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് തന്ന് പ്രൊഡക്റ്റിനായിട്ട് വെയിറ്റ് ചെയ്ത് ആൾക്ക് പ്രൊഡക്റ്റ് കിട്ടി, അതിനുശേഷം നല്ല ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞ് വീണ്ടും ഒക്കെ പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ബിന്ദുക്കുട്ടീനെ കുറിച്ച് ഞങ്ങൾക്ക് ഓർമ്മ വന്നിട്ട് ഞങ്ങളത് ഇന്നൊരു ഗിഫ്റ്റ് അയക്കുക കേട്ടോ. കിട്ടിയിട്ടുണ്ടാവും. ബിന്ദു ഇത് കാണുന്നുണ്ടെങ്കിൽ ബിന്ദു കളേഴ്സ് ടീമിൻ്റെ എല്ലാവരുടെയും, എൻ്റെ മാത്രമല്ല കേട്ടോ, എൻ്റെയും സൂര്യചേട്ടൻ്റെയും ഈ ടീമിൻ്റെ എല്ലാവരുടെയും ഒരു നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളെ വിശ്വസിച്ചതിന്, ഞങ്ങളെ സ്നേഹിച്ചതിന്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്. ആ ബിന്ദുവിൽ നിന്ന് തുടങ്ങിയ ഞങ്ങളുടെ യാത്രയാണ് ഇപ്പോൾ 2024 ആകുമ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ മാത്രമുള്ള പർച്ചേസ് ഏകദേശം 10 lakhs ആയി നിൽക്കുകയാണ്. പ്ലസ് നമുക്ക് വാട്സപ്പ് ഉണ്ട് കേട്ടോ. വാട്സപ്പിൽ നമ്മൾ ഓർഡർ ഐ ഡി കൊടുക്കാത്തതുകൊണ്ടാണ്. ഇതിൽ നമുക്ക് കറക്റ്റ് ഒരു ഓർഡേഴ്സിൻ്റെ എണ്ണം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ 10 lakhs എന്ന് പറഞ്ഞ് 10 lakhs അടുത്ത് നിൽക്കുകയാണ് നമ്മൾ. ജസ്റ്റ് ഈ മാസം തന്നെ നമ്മൾ 10 എത്തുമായിരിക്കും. അപ്പോൾ ഇതെല്ലാത്തിനും കാരണക്കാരെ ഞങ്ങളുടെ ബിന്ദുവിനോട് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.